നമസ്കാരം, ഞാൻ ഡോക്ടർ ജോവിത പ്രീതി, കൺസൾട്ടൻറ്റ് ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ്, തലശ്ശേരി കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ വളരെയേറെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വൈറസാണ് ഹെപ്പറ്റൈറ്റിസ് എ അഥവാ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് മൂലമുണ്ടാകുന്ന കരൾ വീക്കം. എന്താണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? വിശപ്പില്ലായ്മ, തലവേദന, അതിയായ ക്ഷീണം, വയറുവേദന, ലൂസ് മോഷൻ, പനി എന്നിങ്ങനെ തുടങ്ങി പിന്നീട് മഞ്ഞപ്പിത്തം എന്നിവയെല്ലാം ആണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. ഈ ലക്ഷണങ്ങൾ വന്ന ഉടൻ തന്നെ നിങ്ങൾ ഒരു ഡോക്ടറിനെ പോയി കണ്ട് ശരിയായ രക്തപരിശോധന നടത്തി രോഗനിർണയം ചെയ്യുന്നതിനും അതിനുശേഷം ശരിയായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും വളരെയേറെ ആവശ്യമാണ്. ഈ അസുഖമുള്ളവരിൽ ഒട്ടുമിക്ക പേഷ്യൻസിലും ഒരു മാസം കൊണ്ട് ബിലിറൂബിൻ ലെവൽ, മഞ്ഞപ്പിത്തത്തിൻ്റെ അളവ് കുറയുകയും നോർമൽ ആവുകയും സിംറ്റംസ് വൈസ് അവർ ബെറ്റർ ആവുകയും ചെയ്യാറുണ്ട്. എന്നാലും ഒരു ചെറിയ ശതമാനം ആൾക്കാരിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ അവസ്ഥയിലേക്ക്, ലൈക്ക് അക്യൂട്ട് ഫൾമിനന്റ് ഹെപ്പറ്റൈറ്റിസ്, കരൾ വീക്കം വളരെയധികം ഇൻക്രീസ് ആവുകയും അത് കാരണം തലച്ചോറിൽ പ്രശ്നങ്ങളുണ്ടായി എൻകെഫലോപ്പതി അല്ലെങ്കിൽ INR എന്ന ലെവൽ കൂടുകയും തുടർന്ന് ബ്ലീഡിംഗ് ഉണ്ടാവാനും ഉള്ള റിസ്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആകാനുള്ള ഒരു സിറ്റുവേഷനും ഈ അസുഖത്തിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം OP ഫോളോ അപ്പ് വഴി രോഗം മൂർച്ഛിക്കാതെ മോണിറ്റർ ചെയ്യുന്നത് വളരെയേറെ ആവശ്യമാണ്. ഇതിന് ഒരു ആൻറ്റി വൈറൽ മരുന്ന് ലഭ്യമല്ല, പക്ഷേ ലിവർ സപ്പോർട്ടീവ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിന് നമ്മൾ കൊടുക്കാറ്. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് എ വരാതെ പ്രതിരോധിക്കാൻ സാധിക്കുക? ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഫീക്കോ ഓറൽ റൂട്ട് വഴിയാണ് സ്പ്രെഡ് ആവുന്നത്. അതായത് മലിനമായ ഭക്ഷണത്തിലൂടെയോ ജലത്തിലൂടെയോ ആണ് ഈ വൈറസ് ഒരു ആളുടെ അകത്തേക്ക് പ്രവേശിക്കുന്നതും കരൾ വീക്കം വരുന്നതും. അതുകൊണ്ട് മാക്സിമം പുറത്തു നിന്നുള്ള ഭക്ഷണം അവോയ്ഡ് ചെയ്യുക. ഭക്ഷണം ഈച്ച ഒന്നും വരാതെ മൂടി സൂക്ഷിക്കുക. വെള്ളം നന്നായി തിളപ്പിച്ചാറി മാത്രം കുടിക്കുക എന്നിങ്ങനെയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് ആണ് ഈ അസുഖം വരാതെ ഇരിക്കാൻ എടുക്കേണ്ടത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന അസുഖത്തിനെതിരായി ഫലപ്രദമായ വാക്സിനേഷനും അവൈലബിൾ ആണ്.